മഴതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഓഫീസിലേക്ക് പോകുമ്പോൾ പതിവ് യാത്രക്കിടയിലാണ് വൈജയന്തി ആ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയത്. പുറത്തെ വെയിലിലെ ചൂടിനേക്കാൾ അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. കാറിലിരുന്ന് ബ്ലൂടൂത്തിലൂടെ കമലയോട് സംസാരിക്കുമ്പോഴും അവളുടെ സ്വരത്തിൽ ഐന എന്ന പേര് കടന്നു വരുമ്പോഴെല്ലാം തന്നെ അമർഷം നുരഞ്ഞു പൊങ്ങിയിരുന്നു. വീട്ടിലെ അസ്വാരസ്യങ്ങളും അലീനയുടെ ഇടപെടലുകളും വൈജയന്തിയെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. അവളെക്കുറിച്ച് പറയുമ്പോൾ എനിക്കെന്നും കുറ്റം പറച്ചിലാണെന്നല്ലേ നീ പറയുന്നത് കമലേ? പക്ഷേ എന്റെ സ്ഥാനത്ത് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. വൈജയന്തിയുടെ വാക്കുകളിൽ രോഷം കലർന്നിരുന്നു. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ ലൈനിൽ നിന്നും വന്ന കാറ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. യാദൃശ്ചികമായി ആ കാറിലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കിയ വൈജയന്തിയുടെ ഹൃദയം ഒരു നിമിഷം അങ്ങ് നിലച്ചുപോയി. പരിചിതമായ ആ മുഖം, കാലം വരുത്തിവെച്ച മാറ്റങ്ങൾക്കിടയിലും അവൾക്ക് അത് തെറ്റാൻ വഴിയില്ലായിരുന്നു. ലാലിച്ചൻ. 22 വർഷങ്ങൾ നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കലും കാണരുത് എന്ന് ആഗ്രഹിച്ച, ഓർമ്മകളിൽ പോലും വെറുപ്പോടെ മാത്രം സൂക്ഷിച്ചിരുന്ന ആ മുഖം ഇതാ തൊട്ടുമുന്നിൽ തന്നെ വന്നു നിൽക്കുന്നു. വൈജയന്തിയുടെ കൈകളൊക്കെ വിറക്കാൻ തുടങ്ങി. ഫോണിന്റെ മറുതലക്കിൽ കമല എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. വൈജയ്, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ, കേൾക്കുന്നില്ലേ വൈജയ്? കമലയുടെ ശബ്ദം വൈജയന്തി കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ കണ്ണുകൾ ലാലിച്ചന്റെ മുഖത്തേക്ക് തന്നെ തറഞ്ഞു നിന്നു. പഴയ ഓർമ്മകൾ ഒരു കൊടുങ്കാറ്റ് പോലെ മനസ്സിലേക്ക് ഇരിച്ചു കയറി. ആഗ്രയിലെ ആ പ്രണയകാലം, അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ, പിന്നെ ചതിയുടെ കയ്പുനീര്, ഒടുവിൽ ഗർഭിണിയായിരിക്കെ ഉപേക്ഷിക്കപ്പെട്ടവളുടെ കണ്ണുനീര്, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തന്നെ വൈജയന്തിക്ക് തോന്നി. ട്രാഫിക് സിഗ്നൽ മാറി. വാഹനങ്ങളെല്ലാം തന്നെ നീങ്ങി തുടങ്ങി. ഒരു യന്ത്രപ്പാവ എന്ന പോലെ അവൾ കാറ് നേരെ മുന്നിലേക്കെടുത്തു. പക്ഷേ മനസ്സ് ആ നടു റോഡിൽ തന്നെയായിരുന്നു. ഓഫീസിലെത്തിയിട്ടും വൈജയന്തിക്ക് സമനില വീണ്ടെടുക്കാനൊന്നും ആയില്ല. AC റൂമിലെ തണുപ്പിലും അവൾ നന്നായിട്ട് തന്നെ വിയർക്കുന്നുണ്ടായിരുന്നു. ഫയലുകളിലേക്ക് നോക്കിയിരിക്കുന്നുവെങ്കിലും അക്ഷരങ്ങളൊന്നും തന്നെ കണ്ണിൽ പതിഞ്ഞില്ല. അപ്പോഴാണ് അറ്റൻഡർ മുറിയിലേക്ക് വന്നത്. മാഡം, നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ലോണിന്റെ കാര്യത്തിനാണ്. ഇന്നലെയും വന്നിരുന്നു. വൈജയന്തി ഒന്ന് മൂളി. ശരി, വരാൻ പറയൂ. അയാൾ അകത്തേക്ക് കടന്നു വന്നപ്പോൾ വൈജയന്തി തിരിഞ്ഞിരിക്കുകയായിരുന്നു. അയാൾ വിനീതമായി സംസാരിച്ചു തുടങ്ങി. മാഡം, ഒരു ബിസിനസ് ആവശ്യത്തിന് ലോൺ എടുക്കുന്ന കാര്യത്തിനാണ്. പേപ്പർ വർക്കുകൾ. ശബ്ദം കേട്ട വൈജയന്തി തിരിഞ്ഞു നോക്കിയില്ല. ഫയലുകൾ നോക്കുന്നതിനിടയിൽ തന്നെ അവൾ ചോദിച്ചു. ശരി, പേപ്പറുകൾ ഇങ്ങോട്ടേക്ക് തരൂ, ഇവിടെ ഒപ്പിടൂ. അയാൾ നീട്ടിയ പേപ്പറുകൾ വാങ്ങാതെ വൈജയന്തി കൈ നീട്ടി. വിരലുകൾ തമ്മിൽ തൊട്ട നിമിഷം അവൾ പെട്ടെന്ന് തന്നെ മുഖമുയർത്തി നോക്കി. അവിടെ ആ ഓഫീസ് മുറിയുടെ നിശബ്ദതയിൽ കാലം വീണ്ടും അവരെ മുഖാമുഖം നിർത്തിയിരുന്നു. അതെ, വൈജയന്തിയും ലാലച്ചനും തമ്മിൽ 22 വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് കാണുന്നു. പ്രേക്ഷകർക്ക് പോലും ശരിക്കും ത്രസിപ്പിക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു അത്. കയ്യിലിരുന്ന ഫയലുകൾ വൈജയന്തിയുടെ വിറക്കുന്ന കൈകളിൽ നിന്നും താഴേക്ക് വീണ് ചിതറി. ലാലച്ചനും തിരിച്ചു പോയിരുന്നു. താൻ അന്വേഷിച്ചു നടന്ന, താൻ കാരണം ജീവിതം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന തന്റെ പ്രിയപ്പെട്ട വൈജയന്തി. അവളുടെ കണ്ണുകളിലെ ഞെട്ടലും വെറുപ്പും കാണാൻ അവന് താല്പര്യമില്ലായിരുന്നു. ഒന്നും മിണ്ടാതെ ഒരു വലിയ കൊടുങ്കാറ്റ് ഉള്ളിലൊതുക്കി ലാലച്ചൻ തിടുക്കത്തിൽ തന്നെ മുറി വിട്ട് പുറത്തേക്കിറങ്ങി. പുറത്ത് അറ്റൻഡർ അമ്പരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. സർ, എന്താ പറ്റിയത്? പേപ്പറുകളൊന്നും ശരിയായില്ലേ? ലാലിച്ചൻ ഇടറുന്ന ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. ഇല്ല, 1-2 പേപ്പറും കൂടി ശരിയാവാനുണ്ട്. നാളെ വരാം. അയാൾ വേഗത്തിൽ തന്നെ അവിടെ നിന്നും നടന്നു നീങ്ങി. പിന്നീട് വൈജയന്തിക്ക് അവിടെ ഇരിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൾക്ക് വല്ലാത്ത ശ്വാസം മുട്ടുന്നത് പോലെ അനുഭവപ്പെട്ടു. അവൾ വേഗത്തിൽ തന്നെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. കാർ പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്ത. പക്ഷേ വിധി അവളെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിരുന്നില്ല. അവൾ കാറിനടുത്തേക്ക് എത്തുമ്പോൾ അവിടെ മറ്റൊരു കാറിന് ചാരി ലാലിച്ചൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അയാൾ അങ്ങോട്ടേക്ക് ഓടിയെത്തി. വൈജയ്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. കുറച്ച് കാര്യങ്ങളുണ്ട്. വൈജയന്തിയുടെ ക്ഷമ നശിച്ചു. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ, എന്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കാന്? ചതിച്ച് കടന്നു കളഞ്ഞവൻ. മരണം വരെ നിങ്ങളുടെ മുഖം കാണരുതെന്ന് ആഗ്രഹിച്ചതാണ് ഞാന്. മാറി നിക്ക് എന്റെ മുന്നിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞു വൈജയന്തി ദേഷ്യപ്പെട്ടു. അന്നേരം ലാലിച്ചൻ പറയുന്നത്, ഇല്ല വൈജയ്, ഞാൻ ചതിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല. നിനക്കെന്തോ തെറ്റിദ്ധാരണയാണ്. സത്യം അതൊന്നുമല്ല. എനിക്ക് പറയാനൊരു അവസരം തായോ? ലാലിച്ചൻ കെഞ്ചിക്കൊണ്ട് തന്നെ വൈജയന്തിയോട് സംസാരിച്ചു. എന്നാൽ വൈജയന്തി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. എന്ത് സത്യം? ഗർഭിണിയായ കാമുകിയെ നടു റോട്ടിൽ ഉപേക്ഷിച്ചു പോയതല്ലേ നിങ്ങളുടെ സത്യം? അന്ന് ഞാൻ നിങ്ങളെ സ്നേഹിച്ച അത്രയും ഇന്ന് ഞാൻ നിങ്ങളെ വെറുക്കുന്നു. എന്റെ വണ്ടിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്ക്. വൈജയന്തി കാറിൽ കയറാൻ തുനിഞ്ഞു. എന്നാൽ ലാലിച്ചൻ വിട്ടില്ല. അയാൾ നിർബന്ധപൂർവ്വം തന്നെ കാറിന്റെ മുൻ സീറ്റിലങ്ങ് കയറിയിരുന്നു. നീ ഇവിടെ വെച്ചിട്ട് വെറുതെ ഒന്നും ബഹളം വെക്കേണ്ട വൈജയെ. ആളുകളൊക്കെ ശ്രദ്ധിക്കും. നമുക്കൊരിടം വരെ ഒന്ന് മാറി നിന്ന് സംസാരിക്കാം.
എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ടതിന് ശേഷം എന്നിട്ട് നീ എന്ത് ശിക്ഷ തന്നാലും ഞാനത് വാങ്ങിച്ചോളാം, ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചോളാം എന്നൊക്കെ പറയട്ടോ ലാലിച്ചൻ. എന്നാൽ വൈജയന്തിക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ആളുകൾ കൂടി നിൽക്കുന്നത് ഒഴിവാക്കാൻ അവൾ പെട്ടെന്ന് തന്നെ കാറ് മുന്നിലേക്ക് എടുത്തു. നഗരത്തിരക്കിൽ നിന്നും മാറി ഒരു വിജനമായ സ്ഥലത്ത് അവർ കാറ് ഒതുക്കി നിർത്തി. എന്നിട്ട് ലാലിച്ചനോട് പറഞ്ഞു, ഇറങ്ങിക്കോ, ഇവിടെ ആരുമില്ല. ഇനി നിങ്ങൾക്ക് പറയാനുള്ള നുണകൾ എന്താന്ന് വെച്ചാ എന്നോടങ്ങ് പറഞ്ഞു തീർത്തേക്ക്. ലാലിച്ചൻ അന്നേരം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആ കണ്ണുകളിൽ നിറയെ 22 വർഷത്തെ സങ്കടവും ദേഷ്യവും തന്നെയായിരുന്നു. ലാലിച്ചൻ പറഞ്ഞു തുടങ്ങി, വൈജയ്, അന്ന് അന്ന് ഞാൻ നാട്ടിലേക്ക് പോയത് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കാനായിരുന്നില്ല. അത്യാവശ്യമായി ഒന്ന് വീട്ടിൽ പോയി വരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ വിധി എന്നെ കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. നാട്ടിലെത്തിയ ദിവസം തന്നെ എനിക്ക് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായി. 2 മാസത്തോളം ആശുപത്രി കിടക്കയിലായിരുന്നു ഞാന്. ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കാനായപ്പോൾ തന്നെ ഞാൻ നേരെ ആഗ്രയിലേക്ക് ഓടി വന്നു. അപ്പോ നിന്നെ അന്വേഷിച്ചു. അന്നേരം ഇതെല്ലാം കേട്ട് വൈജയന്തി ഒന്ന് പുച്ഛത്തോടെ തന്നെ മുഖം തിരിച്ചു. ലാലിച്ചൻ തുടർന്നു, പക്ഷേ നീ അപ്പോഴേക്കും അവിടെ നിന്ന് പോയിരുന്നു വൈജയ്. നിന്റെ ഏട്ടന്മാർ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത്. പിന്നെ ഞാൻ നാട്ടിൽ വന്ന് നിന്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അവിടെ എത്തുമ്പോൾ വീടിന് മുന്നിൽ ഒരു ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു, നിന്റെയും ബാലചന്ദ്രന്റെയും വിവാഹ ഫോട്ടോ. ഇത് പറയുന്ന സമയത്ത് തന്നെ ലാലിച്ചന്റെ ശബ്ദമിടറി. ഞാൻ ഓടിക്കിതച്ചു വന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ബാലചന്ദ്രൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തുന്നതാണ് ഞാൻ കണ്ട കാഴ്ച. അതോടെ എല്ലാം അവസാനിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ജീവിതം ഇനിയെങ്കിലും നന്നാവട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ തിരിച്ചു പോയത്. പക്ഷേ നിന്നെ ചതിക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല വൈജയ്, നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. വൈജയന്തി അതൊന്നും തന്നെ വിശ്വസിക്കാനൊന്നും കൂട്ടാക്കിയില്ല. വൈജയന്തി ദേഷ്യപ്പെട്ട് പറയുന്നത്, കള്ളം, പച്ച കള്ളം. ഒരു കള്ളം മറക്കാൻ വേണ്ടി 1000 കള്ളങ്ങൾ പറയുകയാണ് നിങ്ങൾ. എന്നെ ഗർഭിണിയാക്കി എന്നെ നശിപ്പിച്ചിട്ട് ഇപ്പോൾ ന്യായം പറയാൻ വന്നിരിക്കുന്നു, അതും 10-22 വർഷങ്ങൾക്ക് ശേഷം. നിങ്ങൾക്കന്ന് ആക്സിഡന്റ് പറ്റിയെങ്കിൽ ആരെങ്കിലും എന്നെ അറിയിക്കില്ലായിരുന്നോ? നിങ്ങൾ വന്നില്ല, അതാണ് സത്യം. വൈജയന്തി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്, എന്നെ ഒന്ന് വിശ്വസിക്കൂ, ലാലിച്ചൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അന്ന് ഞാൻ അനുഭവിച്ച വേദന. 8 മാസം ഗർഭിണിയായ എന്നെ എൻ്റെ വീട്ടുകാരെല്ലാവരും വലിച്ചഴിച്ചിട്ടാണ് കൊണ്ടുപോയത്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിച്ച് ഞാൻ കരഞ്ഞു. എനിക്കൊരിക്കലും മറ്റൊരു വിവാഹം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ കെഞ്ചി അവരുടെ കാല് പിടിച്ചു. എൻ്റെ കുഞ്ഞിനെ കളയരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരൊന്നും കേട്ടില്ല. വൈജയന്തിയുടെ കണ്ണുകളെല്ലാം തന്നെ നിറഞ്ഞിരുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതം ശാന്തമാണ്. ഭർത്താവും 3 മക്കളുമായി. അവിടേക്കാണ് മറ്റൊരാൾ വലിയ പ്രശ്നങ്ങളുമായി കടന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇപ്പൊ നിങ്ങളും. വൈജയന്തിയുടെ ശബ്ദമിടറി. ലാലിച്ചൻ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ചോദിച്ചു, വൈജയ്, അന്ന് അന്ന് നമ്മുടെ കുഞ്ഞ്, നീ ശരിക്കും ആ കുഞ്ഞിനെ പ്രസവിച്ചോ? അത് ആണായിരുന്നോ അതോ പെണ്ണായിരുന്നോ? അവരതിനെ കൊന്നുകളഞ്ഞോ വൈജയ്? ആ ചോദ്യം വൈജയന്തിയെ പിടിച്ചുലച്ചു. നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ അതിൽ അവകാശം പറയാൻ? പറ വൈജയ്, എന്റെ കുഞ്ഞ് എവിടെയാണ്? അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? എനിക്കൊന്ന് കാണാനും പോലും അവകാശമില്ലേ? ലാലിച്ചന്റെ കണ്ണുകളിൽ ആകാംക്ഷയും വേദനയും ഒരുപോലെ തന്നെ നിറഞ്ഞിരുന്നു. വൈജയന്തി ദേഷ്യത്തോടെ അടുത്തു. ഇല്ല, അതറിയാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല. എന്നെ ചതിച്ചുപോയ നിങ്ങളെപ്പോലൊരച്ഛനെ എൻ്റെ കുഞ്ഞിന് വേണ്ട. അത് എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും ഞാൻ പറയില്ല. ഇനി എൻ്റെ മുന്നിൽ അതും പറഞ്ഞു വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിനെ വൈജയന്തി ദേഷ്യപ്പെട്ടു. അവൾ നേരെ കാറിൽ നിന്നും ഇറങ്ങി അയാളോട് ഇറങ്ങാനും ആജ്ഞാപിച്ചു. ലാലിച്ചൻ നിസ്സഹായനായി തന്നെ പുറത്തേക്ക് ഇറങ്ങി. അവൾ കാറ് വേഗത്തിൽ തന്നെ ഓടിച്ചു പോയി. പൊടിപടലങ്ങൾക്കിടയിൽ ചോദ്യങ്ങൾ ബാക്കിയാക്കി തന്നെ ലാലിച്ചൻ അവിടെ സങ്കടപ്പെട്ട് തനിച്ചായി നിൽക്കുന്നു. ലാലിച്ചന്റെ മനസ്സ് നിറയെ ചോദ്യങ്ങൾ മാത്രമായിരുന്നു. എൻ്റെ കുഞ്ഞ്, അതൊരു ആൺകുഞ്ഞായിരിക്കോ അതോ പെൺകുഞ്ഞായിരിക്കോ? ഇനിയിപ്പോ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ ആ കുഞ്ഞ് എവിടെയായിരിക്കും? ബാലചന്ദ്രൻ അവനെ അംഗീകരിച്ചിട്ടുണ്ടാവോ? അതോ ഏതെങ്കിലും അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവോ? അതോ ബാലചന്ദ്രൻ സ്വന്തം അച്ഛനായി കണ്ട് അവൻ അവിടെ തന്നെ വളരുന്നുണ്ടാവോ? 22 വർഷങ്ങൾക്ക് മുൻപേ മുറിഞ്ഞുപോയ ആ ബന്ധം ഇന്ന് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ബാക്കിയാകുന്നത് ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങളും ഉണങ്ങാത്ത മുറിവുകളും മാത്രമായിരുന്നു. കാലം ഇനി എന്താണ് അവർക്കായി കരുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ വരാട്ടോ. ബൈ.